ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു വിഷയമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് നോക്കി അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സും നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അല്ലേ എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കണ്ടായി. സോ നെക്സ്റ്റ് എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏരിയാസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജർ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ആദ്യത്തെ കാര്യം ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുക അല്ലേ. ഫിനാൻസിനെ പ്ലാൻ ചെയ്യുക. സോ വാട്ട് ഈസ് ഫിനാൻഷ്യൽ പ്ലാനിങ്? പ്ലാനിങ് അബൌട്ട് ദി ഫിനാൻസ് അല്ലേ. എന്താ പ്ലാനിങ് ചെയ്യുക? പ്ലാനിങ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ പ്ലാനിങ്? പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ അല്ലേ. ഹൂ, ഹൗ, വെൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നതാണ് പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ് അപ്പോൾ എന്തായിരിക്കും? ഫിനാൻസിൻ്റെ കേസിൽ അല്ലേ എത്ര ഫിനാൻസാണ് നമുക്ക് റൈസ് ചെയ്യേണ്ടത് അല്ലേ, ഏതൊക്കെ സോഴ്സസ് നിന്നാണ് വേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് നിക്ഷേപിക്കുക, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തെടുക്കുന്നതിനാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. So the main responsibility of the financial management is to forecast the needs and sources of finance and then plan of them. Clear? അപ്പോൾ എത്ര വേണം നമ്മൾ മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യണം അല്ലേ. വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണം, ഫിക്സഡ് ക്യാപിറ്റൽ എത്ര വേണം, ക്ലിയർ. ദെൻ അങ്ങനെയാണെങ്കിൽ ഓരോന്നും നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും, വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ അറേഞ്ച് ചെയ്യും, എവിടെ നിന്ന് കണ്ടെത്തും, ഫിക്സഡ് ക്യാപിറ്റൽ എവിടെ നിന്ന് കണ്ടെത്തണം, ഇതിനെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് ആയി. ദെൻ റേസിങ് ഓഫ് ഫണ്ട്സ്. ഇങ്ങനെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഫണ്ട് എന്ത് ചെയ്യുക, റൈസ് ചെയ്യുക. നമ്മൾ സോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും, എമൗണ്ട് ഐഡൻറ്റിഫൈ, അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഡെപ്റ്റോ, ഇക്വിറ്റിയോ, വർക്കിംഗ് ക്യാപിറ്റൽ ലോണോ, ടേം ലോൺസോ, ഷോർട്ട് ടേം ലോൺസോ ഇതൊക്കെ അവൈൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സോഴ്സ് ഓഫ് ഫിനാൻസ് റൈസ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മൾ ചെയ്യണം ഓരോ ആൾട്ടർനേറ്റീവിനും. ക്ലിയർ? ഏതിനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതൽ, ഏതിനാണ് കുറവ്, ഏതാണ് നമുക്ക് നല്ലത് അല്ലേ, ഏത് സോഴ്സസ് ഒക്കെ ഉപയോഗിച്ചാലാണ് നമുക്ക് ഒരു ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, നമ്മുടെ വാല്യൂ കൂട്ടാൻ പറ്റുക. ക്ലിയർ? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് റിയലൈസ് ചെയ്യാൻ പറ്റുക. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം റൈസിങ് ഓഫ് ഫണ്ട് ചെയ്യാൻ. കൺട്രോളിങ് ഓഫ് ദി യൂസ് ഓഫ് ഫണ്ട്. അങ്ങനെ റേസ് ചെയ്തിട്ടുള്ള ഫണ്ടിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിനെ കൺട്രോളിങ് ചെയ്യണം. എന്താണ് കൺട്രോളിങ്? അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള നിയന്ത്രണം അല്ലേ. അപ്പോൾ അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നമ്മൾ ബഡ്ജറ്ററി കൺട്രോൾസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്ത് അല്ലേ, ബഡ്ജറ്റ് നിശ്ചയിച്ച്, ടാർഗറ്റ് നിശ്ചയിച്ച് ഈ രീതിയിൽ അതിനെന്ത് ചെയ്യണം, കൺട്രോളിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫണ്ടിൻ്റെ യൂസ് ക്ലിയർ, അത് ഉദ്ദേശിച്ച സ്ഥലത്തിന് ഇൻറ്റൻറ്റഡ് യൂസിന് തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, മിസ്അപ്രോപ്പറേഷൻ ഒന്നും വരുന്നില്ല, ക്ലിയർ, അതിൽ നിന്ന് റിട്ടേൺ കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി കൺട്രോളിങ് ആക്ടിവിറ്റി ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇനി ലാഭമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുക ബിസിനസ് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വി നീഡ് ടു അപ്രോപ്രിയേറ്റ് ദ പ്രോഫിറ്റ് ബിറ്റ്വീൻ അല്ലേ, ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്, ക്ലിയർ, ദെൻ റീറ്റെയിൻഡ് ഏർണിങ്സ് ഓർ റിസർവ്സ്, ഈ രീതിയിലേക്ക് അതിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് പോളിസി നമ്മൾ തീരുമാനം എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക, അപ്രോപ്രിയേഷൻ ചെയ്യുക. ദെൻ അതർ റെസ്പോൺസിബിലിറ്റീസ്, മറ്റുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക. എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള മറ്റുള്ള റെസ്പോൺസിബിലിറ്റീസ്? ദാറ്റ് ഈസ് over and above the responsibilities given above, there are certain other responsibilities of the financial manager, and these are as follows. Clear? Number 1, responsibility towards owners. Like ownersനുള്ള റെസ്പോൺസിബിലിറ്റി, ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരുടെ വാല്യൂ വെൽത്ത് ഇൻക്രീസ് ചെയ്യണം. ക്ലിയർ? അവർക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഉറപ്പുവരുത്തണം. റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഇത് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫിനാൻഷ്യൽ ഹെൽത്തും ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സും ലിക്വിഡിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെ നമ്മൾ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദി ഓണേഴ്സാണ്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എംപ്ലോയീസ് ഉണ്ട്. എംപ്ലോയീസുമായിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയീസിനോടുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ്? ഫിനാൻഷ്യൽ മാനേജർക്ക് നമുക്കറിയാം അല്ലേ, ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ അല്ലേ, KMP ആയിട്ടാണ് ഫിനാൻഷ്യൽ മാനേജർ അറിയപ്പെടുക. ക്ലിയർ? സോ നൗഡേയ്സ് ഫിനാൻഷ്യൽ മാനേജർ ഈസ് റിഗാർഡഡ് ആസ് എ കീ മാനേജറൽ പേഴ്സണൽ, KMP. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഒരു കീ മാനേജറൽ പേഴ്സണലായിട്ട് അറിയപ്പെടുന്നത് കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് തന്നെ KMP ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഓഫീസർ അല്ലേ, ഇത്തരത്തിലുള്ള സ്ഥാനം വഹിക്കുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജർ
അതിൻ്റെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എംപ്ലോയീസിന്, വർക്കേഴ്സിന് ഫെയർ ആയിട്ടുള്ള വേജസ്, അല്ലേ, അവരുടെ ഇൻസെൻറ്റീവ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ, ഫെയർ വേജസ്, അതുപോലെ തന്നെ ഫേവറബിൾ വർക്കിംഗ് കണ്ടീഷൻ, ഇൻസെൻറ്റീവ് സ്കീംസ്, ഇതെല്ലാം എന്ത് ചെയ്യണം, അവിടെ എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അടുത്തത്. ദെൻ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ കസ്റ്റമേഴ്സ് ഓർ സപ്ലയേഴ്സ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കസ്റ്റമേഴ്സ് എന്താ, കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ക്വാളിറ്റി പ്രോഡക്ട്സ്, അല്ലേ, ഉറപ്പുവരുത്തുന്നത്, ഫെയർ പ്രൈസിന് ഉറപ്പുവരുത്തുന്നതിന് ഫിനാൻഷ്യൽ മാനേജർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവരുടെ പേയ്മെൻറ്റ്സ്, അല്ലേ, അതിന് അവർക്ക് അനുയോജ്യമായിട്ടുള്ള പേയ്മെൻറ്റ് മോഡ്സ് ഒക്കെ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആവശ്യമുള്ള ആളുകൾക്ക്, അല്ലേ, ആവശ്യമായിട്ടുള്ള രീതിയിൽ ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? ഈ രീതിയിലുള്ള സ്കീംസ് ഒക്കെ വരുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കാര്യം. അപ്പോൾ സപ്ലയേഴ്സ്, റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കസ്റ്റമേഴ്സ് എന്താ, സപ്ലയേഴ്സ് എന്താണ്, സപ്ലയേഴ്സിനുള്ള റെസ്പോൺസിബിലിറ്റി എന്താ, കറക്റ്റായിട്ടുള്ള സമയത്ത് അവർ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. സപ്ലൈ ഓർഡർ കിട്ടി, അല്ലെങ്കിൽ സപ്ലൈയുടെ മെറ്റീരിയൽസ് കിട്ടി, നിശ്ചിത സമയത്തിനുള്ളിൽ ഇൻവോയ്സ് കിട്ടി, നിശ്ചിത സമയത്തിനുള്ളിൽ അവരുടെ പേയ്മെൻറ്റ് കൊടുക്കുക. ക്ലിയർ? അത് പ്രോപ്പറായിട്ട് കൊടുക്കുക, കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക, ഡ്യൂസ് വരുത്താതിരിക്കുക, ഇങ്ങനെയുള്ള പ്രോംപ്റ്റ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് സപ്ലയേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്ന എന്താണ്, ലീഗൽ ഓബ്ലിഗേഷൻസ് ആണ്. ക്ലിയർ? ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു കീ മാനേജറൽ പേഴ്സൺ എന്ന നിലയിലും ഒരു കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ഓഫീസർ എന്ന നിലയിലും ക്ലിയർ കുറേയധികം ലീഗൽ, അല്ലേ, ലെജിസ്ലേഷൻ ഒരു രാജ്യത്ത് നിലവിലുണ്ടാകും. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലെല്ലാം ഇൻഡസ്ട്രിയൽ ലോസ്, അല്ലേ, ബിസിനസ് ലോസ്, ക്ലിയർ, മെർക്കൻഡൈൽ ലോ, കൊമേഴ്ഷ്യൽ ലോസ്, ഇങ്ങനെ ഒട്ടനവധി നിയമങ്ങളുണ്ട്, അല്ലേ. ഇതൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ്, വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുമെങ്കിൽ പോലും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ വരുന്ന നിയമങ്ങൾ, ബിസിനസ്സിന് ബാധകമായിട്ടുള്ള നിയമങ്ങളൊക്കെ പാലിക്കുന്നതിൽ, അല്ലേ, ക്യാപിറ്റൽ ഇഷ്യൂ ആയിക്കോട്ടെ, ക്ലിയർ, അതെല്ലാം IT റിലേറ്റഡ് ആയിട്ടുള്ള ഇതായിക്കോട്ടെ, ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, പ്രൈമറി മാർക്കറ്റോ സെക്കൻഡറി മാർക്കറ്റോ ലിസ്റ്റിങ്ങോ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട്, ക്ലിയർ, റിട്ടേണോ സബ്മിഷൻസോ റിപ്പോർട്ടുകളോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന സമയത്തും ക്ലിയർ അങ്ങനെയുള്ള ലീഗലായിട്ടുള്ള ഒബ്ലിഗേഷൻസും റെസ്പോൺസിബിലിറ്റീസും ക്ലിയർ അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത്, ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയാം. അതുപോലെ അൾട്ടിമേറ്റ്ലി വെൽത്ത് മാക്സിമൈസേഷൻ. ക്ലിയർ? അപ്പോൾ എന്തൊക്കെ ചെയ്താലും, അങ്ങനെയുള്ള ഏത് ഫങ്ഷൻസ് ഒക്കെ ചെയ്താലും അൾട്ടിമേറ്റ് എയിം ഓഫ് ദി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ടു മാക്സിമൈസ് ദ വെൽത്ത് ഓഫ് ദി കമ്പനി, വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്, വെൽത്ത് ഓഫ് ദി ഓണേഴ്സ്. ക്ലിയർ? ആ എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതും ഫിനാൻഷ്യൽ മാനേജർ എന്താണ് ഒരു റെസ്പോൺസിബിൾ ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നിശ്ചയിക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ പറയാം സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? നമ്മൾ നേരത്തെ നോക്കിയതാണ്, അല്ലേ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്കോപ്പ് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അതിനെ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇതിൻ്റെ ഒറിജിനുമായി ബന്ധപ്പെട്ടിട്ടാണ് നോക്കുന്നത്, ഇവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച്, ട്രാൻസാക്ഷണൽ അപ്രോച്ച്, അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച്. ക്ലിയർ? അപ്പോൾ ഈ 3 കൂടെ ചേരുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഇവല്യൂഷൻ റിലേറ്റഡ് ആയുള്ള സ്കോപ്പ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ട്രഡീഷണൽ അപ്രോച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ, 1920s and 30s വരുന്ന ആ പീരീഡ് വരെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രഡീഷണൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്റ്റേജ് അല്ലെങ്കിൽ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ള ശ്രദ്ധ എന്തായിരുന്നു, പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫിനാൻസ് ആയിരുന്നു. ക്ലിയർ? റേസിങ് ഓഫ് ഫണ്ട് ആയിരുന്നു. ക്ലിയർ? ഒരു കമ്പനിക്ക് ആവശ്യമായുള്ള ഫണ്ടുകൾ ആവശ്യാനുസരണം എന്ത് ചെയ്യുക, റേസ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഫണ്ട് വേണം തോന്നുകയാണെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുക, ഈക്വിറ്റി ആയിട്ടോ ഡെപ്റ്റ് ആയിട്ടോ ടേം ലോൺ ആയിട്ടൊക്കെ എന്ത് ചെയ്യുക, ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ട്രഡീഷണൽ ഉള്ള സ്കോപ്പായിട്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ട്രഡീഷണൽ അപ്രോച്ചിലുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് റേസിങ് അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമായിരുന്നു, ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ കുറിച്ചും അതിന് ക്യാപിറ്റൽ മാർക്കറ്റിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ഇക്വിറ്റി, ഡിബെഞ്ചർ, ഡെപ്റ്റ്, അല്ലെ, ടേം ലോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, ക്ലിയർ, അതുമായി ബന്ധപ്പെട്ടുള്ള ലീഗൽ ആസ്പെക്ട്സും പ്രൊസീജിയറൽ ആസ്പെക്റ്റും ഇത്തരം കാര്യങ്ങളിൽ മാത്രം നോക്കിയാൽ മതിയായിരുന്നു ആർക്ക്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ക്ലിയർ? അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ക്യാപിറ്റൽ മാർക്കറ്റ്, അല്ലെങ്കിൽ അവിടെ മണി മാർക്കറ്റ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ മണി മാർക്കറ്റ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, ഇങ്ങനെയുള്ള ആസ്പെക്ട് മാത്രം നോക്കിയാൽ മതി. ദെൻ പ്രൊസീജിയറൽ ആസ്പെക്ട്, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കംപ്ലൈ ചെയ്യേണ്ട കാര്യം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം അല്ലെങ്കിൽ കംപ്ലയൻസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ക്ലിയർ? സോ ദിസ് ഇസ് ദ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇൻ ദി ട്രഡീഷണൽ അപ്രോച്ച് ഓർ ട്രഡീഷണൽ പീരീഡ്. ക്ലിയർ? 19 up to 1930s. അതിനുശേഷം എന്ത് സംഭവിച്ചു, 30s 40s
വരുന്ന സമയത്ത് അപ് ടു 50s വരെയുള്ള പീരീഡിൽ 40-50s എന്തായി, വാറായി അല്ലേ. സെക്കൻഡ് വേൾഡ് വാർ വരികയും അത് ട്രഡീഷണൽ ഒരു ട്രാൻസിഷണൽ സ്റ്റേജിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ട്രാൻസിഷൻ എന്താ, മോഡേൺ ട്രഡീഷണൽ പീരീഡ് മാറി മോഡേൺ പീരീഡിലേക്ക് മാറുന്നതിൻ്റെ ഉള്ള ഒരു ഇടവേള പീരീഡാണ് അല്ലേ. ഇത്തരത്തിലൊരു ട്രാൻസിഷണൽ പീരീഡിൽ പ്രധാനമായിട്ടും ഈ പീരീഡിൻ്റെ പ്രത്യേകത വേൾഡ് വാർ ഒക്കെ ആയതുകൊണ്ട് ഇൻഡസ്ട്രീസും ബിസിനസ്സും ഗവൺമെൻറ്റും ഒക്കെ ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ് ലിക്വിഡിറ്റി. ക്ലിയർ. അപ്പോൾ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ക്യാഷ് റിസോഴ്സസ് ഉറപ്പുവരുത്തുക, ക്ലിയർ, സെറ്റിൽമെൻറ്റ് കറക്റ്റാക്കി ചെയ്യുക, ക്ലിയർ, അങ്ങനെയുള്ളൊരു കൺസേൺ, ലിക്വിഡിറ്റിക്ക് ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക, അതായിരുന്നു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോപ്പ്. ഏത് പീരീഡിൽ, ട്രാൻസിഷണൽ പീരീഡ്. ക്ലിയർ. സോ 1940s and 50s വരെയുള്ള പീരീഡിൽ ഇതായിരുന്നു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്തിരുന്നത്. ക്ലിയർ. സോ ഗ്രേറ്റർ എംഫസിസ് ഈസ് ബീയിങ് given placed on the day-to-day problems faced by the financial management. So in the area of fund analysis, planning and control, especially liquidity issues. Clear. അപ്പോൾ ക്യാഷ് അല്ലെങ്കിൽ ലിക്വിഡിറ്റിയാണ് ഇവിടെ പ്രധാനപ്പെട്ട കൺസേൺ. ദാൻ മോഡേൺ അപ്രോച്ച് വരുന്ന സമയത്ത് നമുക്കറിയാം 1950s ശേഷം വന്നിട്ടുള്ള അപ്രോച്ചാണ് മോഡേൺ അപ്രോച്ച് അല്ലേ. അപ്പോൾ അതിനുശേഷം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ത് തന്നെയാണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലാണ്. പിന്നീട് 1970s 60s 80s ഒക്കെ ആവുന്ന സമയത്ത് എന്തായിട്ട് മാറുന്നു, അത് വെൽത്ത് മാക്സിമൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റായിട്ട് മാറുന്നു. ക്ലിയർ. സോ ദിസ് ആർ ദി സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ക്ലിയർ. ഇൻ ദി മോഡേൺ പീരീഡ്. ഇങ്ങനെ മോഡേൺ പീരീഡിൽ നമ്മൾ സ്കോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷൻ പെർസ്പെക്റ്റീവിൽ സ്കോപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 ഡിസിഷൻ ഏരിയാസാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരിക. ക്ലിയർ. സോ മോഡേൺ അപ്രോച്ച് അനുസരിച്ച് 3 ഡിസിഷൻ ഏരിയാസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ 3 ഡിസിഷൻ ഏരിയ എന്ന് പറയുന്നത്? ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണ്, 2 അല്ലേ ഫിനാൻസിങ് ഡിസിഷനാണ്, മൂന്നാമത്തത് നമുക്ക് ഡിവിഡൻഡ് ഡിസിഷനാണ്. ക്ലിയർ. ഇത് നമ്മൾ നേരത്തെ തന്നെ നോക്കിയിട്ടുള്ള കാര്യമാണെങ്കിലും ഒന്നുകൂടെ പറയാം. ക്ലിയർ. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിന് തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്നും വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്നും പറയാൻ പറ്റും. ക്ലിയർ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ചില കേസസിൽ ചില ഓതേഴ്സ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള മോഡേൺ പീരീഡ് അനുസരിച്ചുള്ള മോഡേൺ അപ്രോച്ച് അനുസരിച്ചുള്ള ഡിസിഷൻ ഏരിയ ക്ലാസിഫൈ ചെയ്യുമ്പോൾ സ്കോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ക്ലിയർ 4 പ്രധാനപ്പെട്ട ഡിസിഷൻ ഏരിയ ആയിട്ടാണ് പറയുക. ക്ലിയർ. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ക്ലിയർ. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്ലിയർ, ലോങ് ടേം. രണ്ടാമത്തതെന്ന് പറയുന്നത് ക്ലിയർ ഫിനാൻസിങ് ഡിസിഷൻ. ക്ലിയർ. ദെൻ മൂന്നാമത്തതെന്ന് ഡിവിഡൻഡ് ഡിസിഷൻ. ക്ലിയർ. ദെൻ നാലാമത്തെ പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഡിസിഷൻസ്. ക്ലിയർ. അപ്പം ഇങ്ങനെ 4ആയിട്ട് പറയും. ഇതിൽ വർക്കിംഗ് ക്യാപിറ്റലും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചേർന്നിട്ട് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ സാധാരണ വരിക. കാരണം എന്താ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ഫണ്ടിനെ കുറിക്കുന്ന അല്ല, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ തീരുമാനം എടുക്കണം. വെദർ ടു ഇൻവെസ്റ്റ് ഇറ്റ് ഓർ നോട്ട്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അത് ഷോർട്ട് ടേം ആയിട്ടും വരാം, ലോങ് ടേം ആയിട്ടും വരാം. ക്ലിയർ. ഷോർട്ട് ടേം ആയിട്ട് വരുന്ന സമയത്ത് അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് പറയും. ലോങ് ടേം ആയിട്ട് വരുമ്പോൾ അതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയും. ക്ലിയർ. ഇതാണ് എൻ്റെ വ്യത്യാസം വന്നത്. ഓക്കെ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഡിസൈഡിങ് അബൌട്ട് ക്ലിയർ വെദർ ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ നോട്ട് അല്ലേ. ഇവിടെ ആദ്യം നോക്കാം നമ്മൾ ഇതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ നോക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്താണ്? സോ ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ സെലക്ഷൻ ഓഫ് എൻ അസറ്റ് or investment opportunity or investment proposal whose benefits is likely available in the future period of time. Clear. Over a period of time. കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന കുറേ വർഷങ്ങളായിട്ട് ഒരു ഫ്യൂച്ചർ സ്ട്രീം ഓഫ് ബെനിഫിറ്റ്സിന് വേണ്ടി ഏതെങ്കിലും അസറ്റ്സിലോ ഫിക്സഡ് അസറ്റ്സിലോ പ്രപ്പോസൽസിലോ ഇൻവെസ്റ്റ്മെൻറ്റിലോ പ്രോപ്പർട്ടിയിലോ ബിസിനസ്സിലോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിലെ ഡിസിഷൻ എന്താ എടുക്കുക, നമ്മൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടയോ. ക്ലിയർ. ഏത് ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്ക് പ്രോഫിറ്റബിൾ എന്ന് നമ്മൾ നോക്കണം. ക്ലിയർ. അപ്പോൾ നമുക്ക് കുറേയധികം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളിൽ നിന്നും അനാലിസിസ് ഒക്കെ ചെയ്ത് അതിൽ നിന്നും ഏതെങ്കിലും ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രോസസ്സുകളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്ലിയർ. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് refers to all those activities that are related to the selection of or taking of an investment decision in the long-term assets or long-term projects. Clear. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ നോക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഡിസിഷൻസിന് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്നും പറയാം. ഇവിടെ ഷോർട്ട് ടേം ഫണ്ട് റിക്വയർമെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. നമുക്കറിയാം ഒരു ബിസിനസ്സിന് പ്രധാനമായിട്ടും എന്ത് വേണ്ടി വരും,
കുറച്ച് കറണ്ട് അസറ്റ്സിലൊക്കെ നിക്ഷേപിക്കേണ്ടി വരും അല്ലേ. എന്തിലൊക്കെ നിക്ഷേപിക്കണം? സ്റ്റോക്കായിട്ട് കുറച്ച് നിക്ഷേപിക്കണം അല്ലേ. ഡെറ്റേഴ്സിന് കടം കൊടുക്കാൻ വേണ്ടി കുറച്ച് എമൗണ്ട് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഡെറ്റേഴ്സിലുള്ള നിക്ഷേപമായി. ക്ലിയർ. ടൂൾസും സ്പെയർസും പാർട്സൊക്കെ ആയിട്ട് കുറച്ച് നമ്മൾ വെക്കേണ്ടി വരും. ക്ലിയർ. ഇങ്ങനെ കുറേയധികം ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം മിനിമം കുറച്ച് ക്യാഷ് ബാലൻസ് നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ വരുന്ന അല്ലേ, ഇതിനാണ് നമ്മളിവിടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ സാധാരണ രീതിയിൽ നമ്മൾ രണ്ട് രീതിയിൽ പറയാണ്ട്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലിയർ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ആണ്. ഓക്കെ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെ മാനേജ് ചെയ്യണം. അപ്പോൾ ഡിഫറൻസ് കിട്ടുമ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഈ എമൗണ്ട് നമ്മൾ എങ്ങനെ കണ്ടെത്തണം? ക്ലിയർ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു സ്റ്റഡിയൊക്കെ ചെയ്യുന്ന അല്ലേ, അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, സ്റ്റോക്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഡെറ്റേഴ്സിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ക്രെഡിറ്റ് പീരീഡ് ഏതുവരെ കൊടുക്കാം അല്ലേ, ഇങ്ങനെയുള്ള ഡിസിഷനൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷനാണ് അതിന് പറയാം. ദെൻ ഫിനാൻസിങ് ഡിസിഷൻ അടുത്ത് വരുന്ന ഒരു കാര്യമാണ് ഫിനാൻസിങ് ഡിസിഷൻ. സോ വാട്ട് ഈസ് ഫിനാൻസിങ് ഡിസിഷൻ? നമുക്കറിയാൻ പറ്റും. ഫിനാൻസിങ് ഡിസിഷൻ എന്താ? ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആവശ്യമുള്ള ഷോർട്ട് ടേമും ലോങ് ടേമും ആയിട്ടുള്ള ഫിനാൻസ് എന്തൊക്കെയാണ്? ക്ലിയർ. ഇപ്പോൾ സാധാരണ ഫിനാൻഷ്യൽ ഡിസിഷൻ ഫിനാൻസിങ് ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോങ് ടേം ഫണ്ട്സിനെ കുറിച്ച് മാത്രമാണ്. ഷോർട്ട് ടേം ഫണ്ട്സ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് എത്ര ഡെപ്റ്റ് ഇക്വിറ്റി ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഇക്വിറ്റി ഇഷ്യൂ ചെയ്യണം, ക്ലിയർ, അല്ലെങ്കിൽ എത്ര പ്രിഫറൻസ് ഷെയർ വേണം, എത്ര ടേം ലോൺസ് എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുകയും സോഴ്സ് ഓഫ് ഫണ്ട് നിശ്ചയിക്കുക, അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ട് ക്ലിയർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, ക്യാപിറ്റലൈസേഷൻ നിശ്ചയിക്കുക, അണ്ടർ ക്യാപിറ്റലൈസേഷനോ ഓവർ ക്യാപിറ്റലൈസേഷനോ വരാതെ ഫെയർ ക്യാപിറ്റലൈസേഷൻ വരുന്ന തരത്തിൽ ഫെയർലി ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യുക, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ എടുക്കുക, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കുക, ലിവറേജ് അനാലിസിസ് ഒക്കെ ചെയ്ത് നോക്കി, ഫിനാൻഷ്യൽ റിസ്ക് എത്രമാത്രം ഉണ്ട് നോക്കി, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി സാധ്യമാണോ നോക്കി, ക്ലിയർ, അതിനാവശ്യമായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഫിനാൻസിങ് ഡിസിഷൻ്റെ ഭാഗമായിട്ട് വരിക. ഓക്കെ. സോ ഡിവിഡൻഡ് ഡിസിഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇവിടെ എന്ത് ചെയ്യുന്നു? കിട്ടുന്ന ലാഭത്തിനെ ബിസിനസ് ചെയ്ത് കിട്ടുന്ന റവന്യൂ പ്രോഫിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു അപ്രോപ്രിയേറ്റ് ഇറ്റ് ഇൻ ബിറ്റ്വീൻ dividend payable to shareholders or owners and the amount to be retained. അപ്പോൾ ഈ റീറ്റൻഷൻ റേഷ്യോ ആൻഡ് പേ ഔട്ട് റേഷ്യോ ഇത് രണ്ടും നിശ്ചയിക്കുകയും അത് ഏത് പ്രപ്പോർഷനിൽ കൊടുക്കണം അല്ലേ. അപ്പോൾ ഡിവിഡൻഡ് പോളിസി നിശ്ചയിക്കണം, നമ്മൾ ടൈപ്പ് ആൻഡ് നേച്ചർ ഓഫ് ഡിവിഡൻഡ് പേയ്മെൻറ്റ് നിശ്ചയിക്കണം. ക്ലിയർ. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് കൊടുക്കണോ, കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കണോ, ക്ലിയർ, അല്ലെങ്കിൽ ലാഭമുള്ള വർഷത്തിൽ കൂടുതൽ ഡിവിഡൻഡും ലാഭമില്ലാത്ത വർഷത്തിൽ കുറച്ച് ഡിവിഡൻഡ് കൊടുക്കണോ, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എപ്പോഴും കൊടുക്കുകയും അതിന് പുറമേ ലാഭം കൂടുതൽ കിട്ടുമ്പോൾ കൂടുതൽ എക്സ്ട്രാ കൊടുക്കുകയും അങ്ങനെ ചെയ്യണോ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കണം. ക്ലിയർ. ഇപ്പോൾ കൺസർവേറ്റീവ് ഡിവിഡൻഡ് പോളിസി ഉണ്ട്, ലിബറൽ ഡിവിഡൻഡ് പോളിസി ഉണ്ട്, ക്ലിയർ, റീറ്റൻഷൻ റേഷ്യോ നമ്മൾ നോക്കണം. ഇങ്ങനെയെല്ലാം നോക്കി വാല്യൂ ഓഫ് ഫേം അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി ഇതിൻ്റെയും ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? വെൽത്ത് മാക്സിമൈസേഷൻ എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുന്നു. ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മൾ ഡയഗ്രത്തിൽ കാണുന്നത്. ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ. ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻസിങ് ആൻഡ് ഡിവിഡൻഡ് ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു സർക്കുലർ ആയിട്ട് ഫ്ലോ ചെയ്യുന്നതാണ്. ക്ലിയർ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ചെയ്യാൻ ഫിനാൻസിങ് ഡിസിഷൻ എടുക്കണം. ഫിനാൻസിങ് ഡിസിഷൻ എന്താണോ അതിനനുസരിച്ചായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുക. ക്ലിയർ. അതുപോലെ തന്നെ ഫിനാൻസിങ് ഡിസിഷൻ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കാൻ പറ്റുക. ക്ലിയർ. അവിടെ ഫിനാൻസിങ്ങിൽ നമ്മൾ തീരെ ഇക്വിറ്റി ഇല്ലാന്നെങ്കിൽ പിന്നെ അവിടെ ഓണേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്താൽ മതി. അല്ല, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ, ഫിനാൻസിങ് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ട? ഡിവിഡൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കേണ്ട കാര്യമില്ല. ക്ലിയർ. ഇൻട്രസ്റ്റ് ഡെപ്റ്റേ ഇല്ല എങ്കിൽ കംപ്ലീറ്റ് ഇക്വിറ്റി ആണെങ്കിലോ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് ഡിസിഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഫിനാൻസിങ് ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്യണം. അതുപോലെ ഡിവിഡൻഡ് ഡിസിഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ റേസ് ചെയ്യുക. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫിനാൻസിങ് ഡിസിഷനെ സ്വാധീനിക്കുന്നു. ദെൻ ഡിവിഡൻഡ് ഡിസിഷൻ എന്താണോ ക്ലിയർ അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് വരിക? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും വരിക. ക്ലിയർ. ഏത് അസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അത്തരത്തിലുള്ള ഫണ്ട് ഉണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരുമോ, ഇതിനനുസരിച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഡിവിഡൻഡ് ഡിസിഷനിലേക്ക് സ്വാധീനിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ പരസ്പരം ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലിയർ ഒരു ഫങ്ഷൻസ് ആയിട്ടാണ്, ഡിസിഷൻ ഏരിയ ആയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ. അപ്പോൾ രണ്ട് തരത്തിലും ഇത് വരുന്നുണ്ട്, പരസ്പരം ബന്ധമുള്ളതാണ് ഇത്. ഓക്കെ. ഈ എല്ലാ ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? all the decisions should lead to the attainment of
financial objective of financial management, goal of financial management, that is maximization of wealth of shareholders or owners. Okay, അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചു what is the അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് ചോദിച്ചു ദി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ്. അപ്പോൾ എന്താ നമ്മൾ എഴുതുക? വെൽത്ത് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ വാല്യൂ മാക്സിമൈസേഷൻ. ക്ലിയർ? മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ഓഫ് ദി ഓണേഴ്സ് അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് ദി വാല്യൂ ഓഫ് ദ ഫേം എന്നായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ക്ലിയർ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ബിസിനസ്സിൽ ഒട്ടനവധി കീ റോൾസ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ആ കീ റോൾസ് എന്ന് പറയുന്നത് എന്തിനനുസരിച്ചാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോളൊക്കെ വരിക അല്ലേ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ് അദ്ദേഹം ചെയ്യുന്നത്. കുറേയധികം ഫങ്ഷൻസ് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുണ്ട് അല്ലേ. റിസ്ക്കും റിട്ടേണിനെയും ഒക്കെ തമ്മിൽ എന്ത് ചെയ്യണം? അദ്ദേഹം ഒരു ട്രേഡ് ഓഫിൽ കൊണ്ടുവരണം അല്ലേ. ഒരു ബിസിനസ് ആകുമ്പോൾ റിസ്ക് ഉണ്ടാവും, അതിന് റിട്ടേണും കിട്ടും. റിസ്ക് കൂടുന്തോറും റിട്ടേണും കൂടും. റിട്ടേൺ കൂടുതൽ വേണമെങ്കിൽ റിസ്ക്കും കൂടുതൽ ഏറ്റെടുക്കണം. റിസ്ക് കുറയുമെങ്കിൽ റിട്ടേണും കുറയും. ഇങ്ങനെ പല കൺസ്ട്രെയിൻസും അദ്ദേഹം നേരിടുന്നുണ്ട്. ഇതിനെല്ലാം അദ്ദേഹം എന്ത് ചെയ്യണം? മിറ്റിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെല്ലാം എന്ത് ചെയ്യണം? അദ്ദേഹം സോൾവ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ഒരു പ്രോബ്ലം സോൾവറായിട്ട് അതുപോലെ തന്നെ ഒരു അഡ്വൈസറായിട്ട് ടോപ്പ് മാനേജ്മെൻറ്റിനെ ഫിനാൻസിൻ്റെ മാറ്റേഴ്സിൽ അഡ്വൈസ് ചെയ്യുന്ന ഒരു അഡ്വൈസറായിട്ട്. ക്ലിയർ? അങ്ങനെ പല റോൾസും ആർക്ക് പെർഫോം ചെയ്യാറുണ്ട്? ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ മാനേജർക്ക് പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ മാനേജറുടെ റോൾസ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയായിട്ട് പോയിൻ്റായിട്ട് നോക്കാൻ പറ്റുക? സോ ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത് ആസ് എൻ അഡ്വൈസർ. ക്ലിയർ? സോ ഫിനാൻഷ്യൽ മാനേജർ മേക്സ് അഡ്വൈസ് ടു ദി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്. ക്ലിയർ? ഇവർക്കൊക്കെ അഡ്വൈസ് കൊടുക്കാൻ പറ്റും. ക്ലിയർ? ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ. ക്ലിയർ? എന്ത് തീരുമാനിക്കണം? ഡിവിഡൻഡ് എത്ര ഡിക്ലെയർ ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള റിസർവ് നമ്മൾ റീറ്റെയിൻ ചെയ്യണം, അപ്രോപ്രിയേഷൻ എങ്ങനെ ചെയ്യണം. ക്ലിയർ? ടാക്സിൻ്റെ പേയ്മെൻറ്റ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ അഡ്വൈസസ് കൊടുക്കുന്നു. ക്ലിയർ? അതുപോലെ തന്നെയാണ് അദ്ദേഹം എന്തുകൂടെയാണ്? ഒരു എക്സ്പേർട്ടായിട്ട് പ്രവർത്തിക്കുന്നു. സോ ഹി ആക്ട് ആസ് എ സ്റ്റാഫ് എക്സ്പേർട്ട് ഓർ സബ്ജക്റ്റ് എക്സ്പേർട്ട്. ക്ലിയർ? ഒരു സ്പെഷ്യലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. സ്പെഷ്യലിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫിനാൻസിൻ്റെ ഫീൽഡിൽ ഒരു സ്പെഷ്യലിസ്റ്റായിട്ട് ഫിനാൻഷ്യൽ മാനേജർ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? ഒരു എക്സ്പേർട്ടായിട്ട് അദ്ദേഹം പ്രവർത്തിക്കണം. കാരണം അങ്ങനെയുള്ള എക്സ്പേർട്ട് ഒപ്പീനിയൻ ചിലപ്പോൾ പലപ്പോഴും വേണ്ടി വരും. ക്ലിയർ? അതുപോലെ തന്നെ അദ്ദേഹം എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഹി ആക്ട് ആസ് ക്ലിയർ an arbitrator. ക്ലിയർ? ചില സമയത്ത് എന്ത് ചെയ്യേണ്ടി വരുന്നു? ചില കേസൊക്കെ വരുന്ന സമയത്ത് അല്ലേ, എംപ്ലോയീസ് തമ്മിലുള്ള തർക്കങ്ങൾ വരുന്ന സമയത്ത്. ക്ലിയർ? ഫിനാൻസുമായി ബന്ധപ്പെട്ടോ വേജുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ഇൻസെൻറ്റീവ്സുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി. ക്ലിയർ? അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി ആയിക്കോട്ടെ, പെൻഷനോ പ്രൊവിഡൻറ്റ് ഫണ്ടോ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇങ്ങനെ പല കാര്യങ്ങളിലും വരുന്ന സമയത്ത് ആർബിട്രേഷനായിട്ട് അല്ലേ, കമ്പനിയുടെയും അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെയും എംപ്ലോയീസിൻ്റെ ഇടയിൽ ക്ലിയർ ഒരു ആർബിട്രേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. ക്ലിയർ? ഒരു ഇൻ്റർമീഡിയറി എന്ന് നമുക്ക് വേണമെങ്കിലും പറയാൻ പറ്റും. അപ്പോൾ അടുത്തൊരു റോളാണെന്താ? ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ക്ലിയർ? ആരുമായിട്ടുള്ള ഇൻ്റർമീഡിയറി ഇൻ ബിറ്റ്വീൻ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഓർ ദ കമ്പനി ആൻഡ് ദി എംപ്ലോയീസ് ഓർ സപ്ലയേഴ്സ് ഓർ കൺസ്യൂമർ. ക്ലിയർ? പ്രത്യേകിച്ച് സപ്ലയേഴ്സും എംപ്ലോയീസും അല്ലേ, ഇവരുടെയൊക്കെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെയൊക്കെ ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ ഇവർക്കൊക്കെ ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് എംപ്ലോയീസും മാനേജ്മെൻറ്റും. ക്ലിയർ? അപ്പോൾ ഒരു ആർബിട്രേറ്റർ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? ഒരു കൗൺസിലറായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. ഓക്കെ, ചില മാറ്റങ്ങളിൽ കൗൺസിലിംഗ് ചെയ്യേണ്ടി വരും. ക്ലിയർ? ഒരു കൗൺസിലറായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നു. ക്ലിയർ? ചില സമയത്ത് ഫിനാൻഷ്യൽ മാനേജർ എന്തായിട്ട് ചെയ്യുന്നു? ഓർഗനൈസേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലോ അല്ലെങ്കിൽ കമ്പനി ലോ ബോർഡ് അല്ലെങ്കിൽ അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫ് കമ്പനി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസുകൾ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ഓഫീസ്, ഇങ്ങനെയുള്ള പല ഓഫീസുകളിലും ക്ലിയർ കമ്പനിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലേ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഹി റെപ്രസെൻറ്റ് ക്ലിയർ ദ കമ്പനി. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ക്ലിയർ? അതുപോലെ തന്നെയാണെന്ത്? പ്രോബ്ലം സോൾവറാണ്. ക്ലിയർ? ഒരു പ്രോബ്ലം സൊല്യൂഷൻ അല്ലേ, ഏതെങ്കിലും ഒരു തർക്കം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുന്ന സമയത്തോ ബിസിനസ് നേരിടേണ്ടി വരുന്ന ഒരു ഇഷ്യൂ വരുന്ന സമയത്തോ അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്ത് അല്ലേ ഒരു പ്രോബ്ലം സോൾവറുടെ റോളിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നു. ക്ലിയർ? അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം സോൾവറായിട്ട് നമുക്ക് ആരെ കാണാൻ പറ്റും? ഫിനാൻഷ്യൽ മാനേജറെ കാണാൻ പറ്റും. ക്ലിയർ? അതുപോലെ തന്നെ ഒരു വെൽഫെയർ ഓഫീസറായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ക്ലിയർ? സോ ഹി ആക്ട് ആസ് എ വെൽഫെയർ ഓഫീസർ. ക്ലിയർ? എംപ്ലോയീസ് വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലേ, കമ്പനിയിലുള്ള പീപ്പിൾസ് അവരുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വെൽഫെയർ ഓഫീസറായിട്ട് നമുക്ക് ആരെ കാണാൻ പറ്റും?
ഫിനാൻഷ്യൽ മാനേജറെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കീ മാനേജീരിയൽ പേഴ്സണൽ അല്ലെ, ഒരു പ്രധാനപ്പെട്ട റോളാണ്. കമ്പനീസ് ആക്ട് തന്നെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഒരു റോളാണ്. ക്ലിയർ? കമ്പനി സെക്രട്ടറിയെ പോലെ അല്ലെങ്കിൽ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോലെ തന്നെ ഒരു കീ മാനേജർ പേഴ്സണാണ് ഫിനാൻഷ്യൽ മാനേജർ അല്ലേ. ഈ കീ MP ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജർ നമ്മളൊരു പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണത്? CFO. ക്ലിയർ? Nowadays financial managers or financial management is called by a particular term or designation called Chief Financial Officer, CFO, Chief Financial Officer. ക്ലിയർ? ഇപ്പം CFO ഒരു കീ മാനേജർ പേഴ്സണാണ്. അപ്പം ആ രീതിയിൽ ഒരു റോളുണ്ട്. ക്ലിയർ? ഇങ്ങനെ വളരെയധികം റോള് ആര് പെർഫോം ചെയ്യുന്നു? നമ്മുടെ ഫിനാൻഷ്യൽ മാനേജർ പെർഫോം ചെയ്യുന്നത്. ഇതിന് പുറമെയാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും അല്ലേ. പല ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടാവും. അതുപോലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ മാനേജറായിട്ട് പ്രവർത്തിക്കുന്നു. ക്ലിയർ? എന്താ ഈ ലൈൻ മാനേജർ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും ലൈൻ അതോറിറ്റി അല്ലേ, ലൈൻ ഓർഗനൈസേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഡയറക്റ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് മാനേജറായിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള എംപ്ലോയീസിൻ്റെ മാനേജർ, ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ മാനേജറായിട്ട് പ്രവർത്തിക്കുകയും അവർക്ക് ആവശ്യമുള്ള ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നു. ക്ലിയർ? അതുപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നത്? അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഒരു കോർഡിനേറ്ററുടെ റോള് ആർക്കുണ്ട്? ഫിനാൻഷ്യൽ മാനേജർക്ക്. ക്ലിയർ? സോ ഹി ആക്ട് ആസ് എ കോർഡിനേറ്റർ ഓഫ് ഓൾ അതർ ഫങ്ഷൻസ് ഇൻ എ കമ്പനി. ക്ലിയർ? ഫിനാൻസ് ഫംഗ്ഷൻ മാത്രമല്ല, മറ്റുള്ള എല്ലാ ഫങ്ഷൻസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നു. ക്ലിയർ? ഇൻ ടേംസ് ഓഫ് ഫിനാൻസ്. പിന്നീട് അദ്ദേഹം എന്തുകൂടെ ചെയ്യുന്നുണ്ട്? ഈ കോർഡിനേഷന് പുറമെ തന്നെ ഒരു ഫിനാൻഷ്യൽ മാനേജർ ഒരു സ്റ്റാഫ് എക്സ്പേർട്ട് എന്ന് പറയും, അഡ്വൈസറുടെ റോളായിട്ട്. ക്ലിയർ? മറ്റുള്ള ആളുകൾക്ക് ലിമിറ്റഡ് എമൗണ്ട്, ലിമിറ്റഡ് സ്റ്റേജിൽ ഫിനാൻസിൻ്റെ മാറ്റേഴ്സിലൊക്കെ അതിന് നമ്മളൊരു ഫങ്ഷണൽ അതോറിറ്റി എന്നാണ് പറയുക. ക്ലിയർ? ലിമിറ്റഡ് കൈൻഡ് ഓഫ് അതോറിറ്റി. ക്ലിയർ? ഇൻ ടേംസ് ഓഫ് ഫിനാൻസ്, ഇൻ മാറ്റേഴ്സ് ഓഫ് ഫിനാൻസ്. ക്ലിയർ? ഓവർ ദി അതർ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഫങ്ഷണൽ അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, ഇങ്ങനെ പലതരത്തിലുള്ള ഒരു കംപ്ലയൻസ് ഓഫീസറായിട്ട് ചിലപ്പോൾ ചില അവസരങ്ങളിൽ, ക്ലിയർ, കമ്പനി സെക്രട്ടറി ഉണ്ടാവും. നോർമലി കംപ്ലയൻസ് ഓഫീസറായിട്ട് ചില അവസരത്തിൽ CFO ഉണ്ടാവും ചില മാറ്റേഴ്സിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജറുടെ റോളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ക്ലിയർ? സോ ദീസ് ആർ ഓൾ സം ഓഫ് ദി റോൾസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ. സോ ഫിനാൻഷ്യൽ മാനേജറുടെ മോഡേൺ ആയിട്ടുള്ള ഒരു പീരീഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ, ഒരു കണ്ടംപററി പീരീഡിൽ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി കീ ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻസ്, റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ റോൾസ് അദ്ദേഹം പെർഫോം ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ നമ്മൾ നേരത്തെ റെസ്പോൺസിബിലിറ്റിയുടെ ഏരിയയിലൊക്കെ നോക്കിയ സമയത്ത് പറഞ്ഞ പോലെ പ്ലാനിങ് ആയിക്കോട്ടെ, ഫോർകാസ്റ്റിംഗ് ആയിക്കോട്ടെ, ബഡ്ജറ്റിംഗ് ആയിക്കോട്ടെ, കൺട്രോളിങ് ആയിക്കോട്ടെ. ക്ലിയർ? ഒരു കൺട്രോളറായിട്ടും ബഡ്ജറ്ററായിട്ടും ക്ലിയർ ഒക്കെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജർ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം ട്രഡീഷണലി ഉണ്ടായിരുന്ന ഒരു റോളല്ല മോഡേൺ പീരീഡിലുള്ള ഫിനാൻഷ്യൽ മാനേജർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ക്ലിയർ? കാരണം ട്രഡീഷണലി ഒരു ഫിനാൻഷ്യൽ മാനേജർ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? അവരുടെ ഫങ്ഷൻസിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു അല്ലേ. വളരെയധികം റെസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രോഡായിട്ടുള്ള കുറേയധികം ഫങ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ക്ലിയർ? ലിമിറ്റ് ഉണ്ടായിരുന്നു അതിനൊക്കെ. ക്ലിയർ? കുറച്ച് ഫങ്ഷൻ ഫിനാൻസ് റിലേറ്റഡ് ആയുള്ള റൈസിങ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫണ്ട്. ക്ലിയർ? ഇങ്ങനെയുള്ള കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമായിരുന്നു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയാണോ? അല്ല. മോഡേൺ പീരീഡ് വന്നതോടെ നമുക്കറിയാൻ പറ്റും ഒട്ടനവധി ചേഞ്ചസ് നമ്മുടെ വേൾഡ് ഓവറിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പുതിയ പുതിയ പ്രോഡക്റ്റുകളും പുതിയ മാർക്കറ്റ് സിസ്റ്റം, പുതിയ അല്ലേ ഇൻസ്ട്രുമെൻറ്റ്സ്, പുതിയ സെക്യൂരിറ്റീസുകൾ അല്ലേ, പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെ നേച്ചർ മാറി, ഫിനാൻഷ്യൽ സർവീസസ് ഒട്ടനവധി എമർജ് ചെയ്തു അല്ലേ, ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ നേച്ചർ മാറി അല്ലേ, ഇക്വിറ്റി ഷെയർ പോലും പല വേരിയൻസ് ആയിട്ട് മാറി. ഓർഡിനറി ഷെയർസും ഡിഫറൻറ്റ് വോട്ടിംഗ് DVR ഷെയർ, ഡിഫറൻഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റുള്ള DVR ഷെയർസ് ആയിട്ടും NVR നോൺ വോട്ടിംഗ് റൈറ്റ് ഷെയർസ് ആയിട്ടും ഇങ്ങനെ പലതരത്തിലുള്ള ഇക്വിറ്റി ഷെയർസിൻ്റെ വേരിയൻസ് വന്നു. പ്രിഫറൻസ് ഷെയർസിൽ പല വേരിയൻസ് ഉണ്ട്. ഡിബഞ്ചേഴ്സും ബോൺസിൻ്റെ നേച്ചറും ടൈപ്പൊക്കെ മാറി. ക്ലിയർ? മാർക്കറ്റ് ഡെവലപ്പ് ചെയ്തു. സെക്കൻഡറി മാർക്കറ്റ് കുറച്ചുകൂടെ സ്ട്രെങ്തനായി. പ്രൈമറി മാർക്കറ്റിൽ കുറേയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. ലോയും ലീഗൽ ലെജിസ്ലേഷൻസ് അല്ലേ, ഇങ്ങനെയുള്ള റെഗുലേഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. ക്ലിയർ? അതൊക്കെ ചേഞ്ച് ചെയ്ത് മോഡേണൈസ് ചെയ്ത് ഇതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും
എക്വിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റോളുകളൊക്കെ ഫിനാൻഷ്യൽ മാനേജർ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴുള്ള ഒരു പ്രത്യേകത കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ എക്കണോമിയാണ്, ഡിജിറ്റൽ വേൾഡാണ്, ഡിജിറ്റൽ ബിസിനസ്സാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യേണ്ടി വരുന്നു, ഫിനാൻസിൻ്റെ ആസ്പെക്റ്റിൽ അത്തരത്തിലുള്ള ഡിജിറ്റൽ ടെക്നോളജിയുടെ ഇൻഫ്യൂഷൻ ബിസിനസ്സിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് റോളുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമുക്കറിയാം ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ അല്ലേ, ലിബറലൈസേഷൻ ഒരു പീരീഡാണ് നമ്മൾ 1990s ശേഷം ഇന്ത്യയിൽ പോലും കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു LPG അല്ലെങ്കിൽ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ എൻവയോൺമെൻറ്റിൽ നിന്ന് നോക്കുമ്പോൾ അല്ലേ, അതിന് അനുയോജ്യമായിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള റോളും ഫങ്ഷൻസും അദ്ദേഹം പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നു. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള കുറേയധികം റോൾസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് സ്റ്റേജിൽ നിന്നും അല്ലേ മാർക്കറ്റ് ഓറിയൻറ്റഡ് സ്റ്റേജിലേക്ക്, സെയിൽസ് ഓറിയൻറ്റഡ് സ്റ്റേജിലേക്കും, അവിടെ നിന്ന് മാർക്കറ്റ് ഓറിയൻറ്റഡ് സ്റ്റേജിലേക്കും അല്ലേ, ഇപ്പോൾ കൺസ്യൂമർ ഓറിയൻറ്റേഷനാണ് മാർക്കറ്റിങ്ങിലൊക്കെ. ക്ലിയർ. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചേഞ്ചസിനനുസരിച്ച് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യേണ്ടി വരും, മാറേണ്ടതായിട്ടുണ്ട്. ക്ലിയർ. അദ്ദേഹത്തിൻ്റെ റോളിലും ഫങ്ഷൻസിലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇതിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട്. ക്ലിയർ. ഇപ്പോൾ ന്യൂ ജനറേഷൻ ഇൻസ്ട്രുമെൻസും ന്യൂ ജനറേഷൻ ഫിനാൻഷ്യൽ സർവീസസും ടെക്നോളജീസും ടെക്നിക്സും ക്ലിയർ ഇൻസ്ട്രുമെൻസും ഒക്കെ വന്നിരിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ മാനേജറും എന്ത് ചെയ്യണം, അതിനനുസരിച്ച് അവരുടെ റോള് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ. സോ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്ന ഒരു കീ മാനേജറൽ പേഴ്സണലായിട്ട് നമുക്ക് CFO അല്ലെങ്കിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജറെ പറയാൻ പറ്റും. ഓക്കെ.